വരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസുവെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവും മനുഷ്യനാണ്. പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ റീച്ചിന് വേണ്ടി എന്തൊക്കെ അപരാധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇപ്പോൾ ഒരു പിടിയുമില്ല. ബേസിക്കലി ഇപ്പോൾ സ്ത്രീകളെക്കാട്ടിലും സംരക്ഷണം വേണ്ടതും സ്ത്രീകളെക്കാട്ടിലും പേടിക്കേണ്ടതും പുരുഷന്മാരാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ഭയങ്കരധികം വൈറലായിട്ടുണ്ടായിരുന്നു. ആ റീല് വന്ന ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, നിങ്ങളെല്ലാവരും അറിയണം. അപ്പോൾ ഇതാണ് ആ ID. ഈ ID-യിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവർ ആദ്യം ഇട്ട വീഡിയോയുടെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. ആണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോക്കകത്ത് പറയുന്നത് ഈ പുരുഷൻ ഈ സ്ത്രീയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഇവർ പറയുന്ന വാദം. അതായത് ഈ പുരുഷൻ ഇവരുടെ ശരീരത്തിൽ അനാവശ്യമായി സ്പർശിക്കാൻ ശ്രമിച്ചു വീഡിയോ എടുത്തതിന് ശേഷം. ഇതാണ് വന്നിരുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോ പുള്ളിക്കാരൻ ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. ഈ ഇരയായി ഈ പെൺകുട്ടി അവതരിപ്പിച്ച ആള് ജീവൻ ഒടുക്കിയിരിക്കുകയാണ്, അപമാനം സഹിക്കാൻ പറ്റാതെ. ഓക്കെ, ഇത് തന്നെ ഈ പെൺകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഇത് സൂം ചെയ്തിരുന്നു, സൂം ഔട്ട് ചെയ്തിരുന്നു. ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക, സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അയാളുടെ കീഴെ പോയി നിൽക്കുന്നു. ഈ പെൺകുട്ടിയായിട്ട് മാറിക്കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടി അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാമാനം കൂടെ നമുക്ക് വായിക്കാം. സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു. ശരി. 15/1/2026 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തു വെച്ചു. അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങേര് അവസരം കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെ വന്നു. അറിയാതെ എങ്ങനെയാ നിങ്ങൾക്ക് നേരെ വരുന്ന കൈകള്? ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നാണ് ഇവര് ഈ റീലിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന സാധനം. ഈ മാന്യദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇയാളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് ഈ പെൺകുട്ടി മെൻഷൻ ചെയ്തതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. ഇതാണ് പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരുന്ന റീല്. ഈ റീലിനകത്ത് ഇത് നമ്മൾ കാണുമ്പോഴത്തേനും എങ്ങും ഈ പെൺകുട്ടിയോട് ഇയാള് മോശമായിട്ട് പെരുമാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ തിരക്കേറിയ ഒരു ബസ്സിൽ ആ ആള് പോകുമ്പോഴത്തേനും ഇങ്ങനെ അയാളുടെ അടുത്തോട്ട് പോയി നിന്ന് അത് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ ഇവര് കേസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി രണ്ടാമത് മറ്റൊരു വീഡിയോ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ മരണവും ന്യൂസും കാര്യങ്ങളൊക്കെ വരാം. ഈ പെൺകുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ പെൺകുട്ടി രണ്ടാമത്തെ വീഡിയോ ഒന്ന് കേൾക്കാം. വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു എന്റെ പൊന്ന് പെങ്ങളായി, നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോഴത്തേനും അയാൾ മനഃപൂർവ്വമായിട്ട് സ്പർശിച്ചതുപോലെ അല്ല നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് അയാളെ സ്പർശിപ്പിക്കാനായിട്ട് പോയി നിന്നതുപോലെയാണ് തോന്നുന്നത്. ആദ്യം ഈ ബസ്സിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ രണ്ടും ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ അതേപോലെ തന്നെ ഇയാൾ ഇറങ്ങുമ്പോൾ ഇയാളെ ഫോളോ ചെയ്ത് ഇയാളെ പുറകെ പോയതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ഇന്റൻഷനലി ഇത് ക്രിയേറ്റ് ചെയ്തതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപക് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇതല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല, ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത്
ഈ എമ്പതി എന്നുള്ള വാക്കൊന്നും നിങ്ങൾ പറയല്ലേ. നിങ്ങൾക്ക് അതൊന്നും പറയാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരാളുടെ ഉള്ളു മനസ്സിലാക്കുന്ന ഒരു സംഭവത്തിനാണ് ഈ എമ്പതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളതൊന്നും സംസാരിക്കാൻ പാടില്ല. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ ഇപ്പൊ ചെയ്തല്ലോ അയാളെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റി അയാളുടെ ജീവൻ ഇല്ലാതാക്കി. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നടന്നല്ലോ. ആരും എന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിനെ ഇല്ലാതാക്കി എന്നാണല്ലോ ഇപ്പൊ നിങ്ങളുടെ ഒരു ന്യായീകരണം. നിങ്ങൾക്ക് സന്തോഷമായല്ലോ, അറിഞ്ഞാൽ മതി. ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവരിപ്പോ ഈ റിയാക്ഷൻ വീഡിയോ പോലെ ഇവര് ചെയ്ത സമയത്ത് ഇവര് പറയുന്നത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നു, അപ്പോഴും അയാൾ ടച്ച് ചെയ്യാൻ വന്നു എന്ന് പറയുന്ന ആ സമയത്ത് ഇട്ടിരുന്ന ക്ലിപ്പിനകത്ത് അങ്ങനെ സാധനം കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ബസ്സിൽ കയറി വീഡിയോ എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾ കണ്ടു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ആയതിനാൽ അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളൊരു ബ്ലോഗർ ആയിരിക്കും, ഒരു ബ്ലോഗ് എടുക്കുകയായിരിക്കും എന്നായിരിക്കും വിചാരിക്കാനുള്ള സാധ്യത. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. റീച്ച് അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഇത് റീച്ച് ആക്കുക എന്നാണ് ഉദ്ദേശം. ഇപ്പോ ബസ്സിനകത്ത് ആമ്പിള്ളേർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് അടിക്കുന്ന ഒരു അൽഗോരിതമാണിത്. ഈ സാധനത്തിന് വേണ്ടിയിട്ട് നിഷ്കളങ്കരായ ആളുകളെയും ബലിയാടാക്കുന്നുണ്ട്. വെറും കൂതറ ആളുകളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ നോക്കുക. നിങ്ങൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നതിനോ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനോ നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആ പോസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ ഇവര് മോശമായിട്ട് പെരുമാറുന്ന സാധനം കാണണം. ഇപ്പൊ മസ്താനി ചെയ്ത വീഡിയോ അതിനായിട്ട് വ്യക്തമായിട്ട് പുള്ളിക്കാരന്റെ സിബ് തുറന്നെടുക്കുന്ന സവാദിന്റെ സിബ് തുറന്നെടുക്കുന്നതും സവാദ് ഇറങ്ങി ഓടുന്നതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവര് ആദ്യം നമ്മൾ വായിച്ചതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അയാൾ ഇറങ്ങി ഓടി എന്നുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് എനിക്ക് ഇവർ പറയുന്നൊന്നും കേൾക്കണ്ട. ഇവര് കുറെ സൈക്കോളജിക്കൽ സാധനങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇവരുടെ നമ്മൾ മുമ്പ് രണ്ടാമത് വരാമെന്ന് പറഞ്ഞില്ലേ, ഇവരുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് ഇവര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് പ്രവർത്തിക്കേണ്ട രീതിയിലാണോ നിങ്ങൾ പ്രവർത്തിച്ചത്? ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരാള് ശരിക്കും മാനസിക പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതാണോ നിങ്ങൾ ചെയ്യേണ്ട സാധനം? നിങ്ങൾ തീരെ ഇറസ്പോൺസിബിൾ ആയിട്ടൊരു കൺസൾട്ടന്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. തീരെ ബോധമില്ലാത്തൊരു കൺസൾട്ടന്റ് ആണ് നിങ്ങൾ എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് ചാനലിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വോയിസ് ക്ലിപ്പ് ഒന്ന് കാണാം. എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവും മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത്. ഇതിനകത്ത് പറയുന്നത് പുള്ളി ഒരു അയ്യോഭാവം മനുഷ്യനാണെന്നാണ്. ഇപ്പൊ നമ്മൾ നേരെ ഈ സാധനം ഇത് തുടങ്ങി വെച്ചത് സവാദ് മസ്താനിയുമാണല്ലോ. ഈ സവാദ് മസ്താനി കേസിൽ മസ്താനി ഈ സവാദിനെ എക്സ്പോസ് ചെയ്തപ്പോഴത്തേനും ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ ഈ സവാദ് മോശമായിട്ട് പെരുമാറി, ഈ സവാദിന്റെ അടുത്തുനിന്ന് ഈ സെയിം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് നിരവധി സ്ത്രീകൾ മസ്താനിയെ കോണ്ടാക്ട് ചെയ്യും. മസ്താനി ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്താനി അതോടൊപ്പം തന്നെ ഇത് നിയമപരമായിട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദീപക് എന്ന് പറയുന്ന ഈ വ്യക്തി ഇത്തരത്തിലൊരു മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് യാതൊരു അപ്ഡേറ്റുകളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അദ്ദേഹം അത്തരക്കാരനല്ല നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ സാധനം, ഈ പുള്ളിക്കാരൻ ഏതോ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയെന്നും ഈ പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് കേൾപ്പിക്കാം പറയുന്നുണ്ട്. ഇറങ്ങി ബസ്സിൽ നിന്ന് ഓടിയപ്പോഴത്തേനും ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഈ ബസ്സിലുള്ള ബാക്കി ആളുകളെയും കൂടെ എൻക്വയറി ചെയ്തിട്ട് പ്രോപ്പർ ഒരു സാധനം വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവരുടെ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത്
അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട എനിക്ക് ഇടയ്ക്കുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലില്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കെല്ലാം ആർക്കായാലും അറിയാം. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ദീപക് ചെയ്യേണ്ട ഒരു സാധനം ഈ പെണ്ണിനെതിരെ കൊണ്ട് ഡിഫർമേഷൻ ഫയൽ ചെയ്ത് പ്രൂവ് ചെയ്യാന്നുള്ളതായിരുന്നു. എന്നാലും വലിയ കാരണമൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ സ്ത്രീകൾ ചെയ്യുന്നതിനാണല്ലോ കൃത്യത എല്ലാം ശരിയായിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ദീപകിന്റെ മരണ വാർത്ത അല്ലെങ്കിൽ ഈ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു ന്യൂസും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ പെൺകുട്ടിയുടെ വോയിസിലേക്ക് പോവാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ മനോവിഷമത്തിലേക്ക് പോയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം? എന്ത് തരത്തിലുള്ള ആശങ്കയാണ് പങ്കുവച്ചിരുന്നത് ദീപക്? ദീപക് അങ്ങനെ വിഷമമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അവനിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമല്ലേ ഇത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയൽ എന്താണെന്ന് വെച്ചാൽ നീ ടെൻഷൻ അടിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് അതായത് ഞാനിത് കാര്യമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള 2 സുഹൃത്തുക്കളാണ് ഞാൻ വിഷയം ഷെയർ ചെയ്തിട്ടില്ല. കാരണം അത് പുള്ളിക്കാരൻ പലരോടായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു മോശം അനുഭവം പുള്ളിക്കാരനുണ്ടായി, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സ്ത്രീക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരന് മോശം അനുഭവം ഉണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കളോടും ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി മെന്റലി നല്ലോണം ഡിപ്രസ്ഡ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ജീവിത സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ വാർത്തകൾ പറയുന്നത് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയില്ല, ഇദ്ദേഹം ഒരു കുഞ്ഞുമായിട്ട് മാത്രമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഇത്തരം ഒരു ചീത്തപ്പേര് സഹിക്കാൻ പറ്റാതെ ഇപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോഴത്തേനും ആർക്ക് പോയി? പുള്ളിക്ക് പോയി. മറ്റേ പുള്ളിക്കാരിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, കണ്ടന്റ് റീച്ചായി. ഇതിനകത്ത് റീച്ചിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നു, ഇതിന് വലിയ രീതിയിൽ നെഗറ്റീവ് ആൾക്കാർ പറയുന്നു. കാരണം നമ്മൾ എന്താണോ കാണുന്നത് അതായിരിക്കും കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. കണ്ട ആൾക്കാർക്കൊന്നും ഇദ്ദേഹം മോശമായിട്ട് ചെയ്തിട്ട് തോന്നിയതുമില്ല. ഈ പുള്ളിക്കാരി കണ്ടന്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് പോകുന്നതായിട്ടാണ് കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തത്, മെജോറിറ്റി ആളുകൾക്കും ഫീൽ ചെയ്തത്. അപ്പൊ ഇത് വലിയ രീതിയിൽ പ്രശ്നമായ സമയത്ത് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു? ഈ വീഡിയോ നൈസിനങ്ങ് മുക്കി. ഏതാ ഈ ബസ്സിൽ വെച്ച് ഈ പുള്ളിക്കാരി ഷൂട്ട് ചെയ്ത ഒരു സാധനം, അത് പുള്ളിക്കാരി മുക്കി. ഇപ്പോ അപ്സ എയറിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയതുള്ളൂ. അപ്പോഴേക്കും വീണ്ടും ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു പുരുഷന്മാരെ, നിങ്ങൾ ബസ്സിൽ കയറരുത്. നിങ്ങൾ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോവുക, സൈക്കിളിൽ വിട്ട് പോവാ, നടന്നു പോവുക. ബസ്സിൽ കയറല്ലേ. ബസ്സിൽ കയറി കഴിഞ്ഞ ഇതാ അവസ്ഥ. ഇനി ഈ പെൺകുട്ടി ഇവര് ഏഷ്യാനെറ്റ് വിളിച്ചിട്ട് ഏഷ്യാൻ ന്യൂസിൽ സംസാരിക്കുമ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നിട്ട് ഇവര് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യുവതിയുടെ പ്രതികരണം കൂടി ഏഷ്യനെറ്റ് ന്യൂസ് തേടിയിരുന്നു. ശരീരത്തിൽ സ്പർശിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് യുവതി പറയുന്നുണ്ട്. പയ്യന്നൂരിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് വളരെ പോലീസിൽ വിവരം നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് തോമസ് യുവതിയുമായി സംസാരിച്ചു, അതുകൂടി കേൾക്കാം. നിങ്ങൾ യാത്ര ചെയ്തുണ്ടായ അനുഭവമാണ് സമൂഹത്തിനോട് പങ്കുവച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല ബസ്സായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാളുണ്ടായി. നല്ല റഷ് ആയിരുന്നു ബസ്. റഷ് എന്ന് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു. തിരക്കിനുള്ള ബസ്സിനകത്ത് ചില സ്ത്രീകളുണ്ട്, ഭയങ്കര തിരക്കായിരിക്കും. ഈ തിരക്കിനകത്ത് മുമ്പിലോട്ടൊന്നും നീങ്ങാൻ പോലും സ്ഥലമില്ല. അങ്ങോട്ട് നീങ്ങി നിൽക്കണോ, മുട്ടിയൊരുമി നിൽക്കാതെ എന്ന് പറയും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് വേറെ വണ്ടി വിളിച്ച് പൊക്കോണം. അല്ലാതെ ഇത്രയും തിരക്കുള്ള ബസ്സിൽ, തിരക്കില്ലാത്തൊരു ബസ്സിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി. ഓക്കെ, തിരക്കുള്ള ബസ്സിൽ നിങ്ങളോട് ശരിക്കും ഒരുത്ത മോശമായിട്ട് പെരുമാറി. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ചുമ്മാ ഷോ ഇറക്കുന്ന കുറേ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്, എല്ലാവരും അല്ല. അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ വീഡിയോ എടുത്ത്. ഇല്ല റഷുള്ള ബസ്സിൽ പ്ലഡ്ജിന് നിൽക്കുന്ന പോലെ ഒരു കൈ അകലത്തിൽ നിൽക്കാൻ പറ്റി. ഇവര് തന്നെ എല്ലാ സാധനവും പറയുന്നുണ്ട്. ഭയങ്കര തിരക്കാന്നും പറയുന്നുണ്ട്, മുമ്പിലുള്ള ആളുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ റഷുള്ള ബസ്സാണ്. ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്ക് കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഒരു സംശയം, നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്യാതെ ആദ്യം ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചേ?
അയാളെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോന്ന് അറിയണം. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ, ആദ്യം നോക്കി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, അപ്പോഴാണോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്? നിങ്ങൾ ആദ്യം എന്തിനാ ക്യാമറ മാത്രം ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്യാതെ ക്യാമറ പൊക്കി പിടിച്ചതിന്റെ പിന്നിലെ ശാസ്ത്രമുണ്ട്? എനിക്കത് മനസ്സിലായിട്ടില്ല. ചോദിച്ചിട്ട് നിൽക്കട്ടെ. എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് കൊടുത്തു, കാരണം അയാൾ തൊട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി. എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു എന്ന് പറയുന്നു, പക്ഷെ ചോദിച്ചതായിട്ട് നമ്മൾ എങ്ങും കാണിക്കുന്നില്ല. അപ്പോഴത്തേനും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തു. ചേട്ടാ വീഡിയോ റെക്കോർഡ് ചെയ്തു, ഇറങ്ങിയപ്പോ എടുത്തില്ല, അന്നേരത്തിന് കട്ട് ചെയ്തിട്ടു. നമുക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ മിസ്ലീഡ് ചെയ്ത് ഉണ്ടാക്കിയല്ലോ. ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിൽ ഇറങ്ങി ഓടി. ഇതാണ് മറ്റേനകത്ത് കമന്റ് ഇട്ടിരുന്നത്, ടൈപ്പ് ചെയ്ത് നമ്മൾ ആദ്യം കാണിച്ചതിനകത്ത്. ഇതിൽ ഓടിയില്ല, സ്പീഡിൽ അങ്ങ് നടന്നു എന്നാണ് പറയുന്നത്. ഇതിന് തെളിവുണ്ടോ? ഇല്ല. നമ്മൾ വാക്കാൽ അങ്ങ് പറയണം. ബാക്കി എല്ലാം വീഡിയോ എടുക്കാൻ അറിയാം. ബാക്കി ബസ്സിൽ അയാളെ ആരോ മാർക്ക് ഇട്ട് കാണിച്ച് ഫോക്കസ് ചെയ്ത് ഇയാളാണെന്ന് കാണിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഇവരാരും ഈ അപ്സാക്കിയ റെജി ആണെങ്കിലും ഇവരാണെങ്കിലും ഇവർക്കൊന്നും അത് റെക്കോർഡ് ചെയ്തില്ല. ഇവർ തിരിച്ച് പ്രതികരിക്കുന്നു, അയാൾക്കെതിരെ സംസാരിക്കുന്ന ആൾ ഇറങ്ങി ഓടുന്നു, ഇതൊന്നും റെക്കോർഡ് ചെയ്തില്ല. അതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ ഉള്ളൂ, അതൊന്നും റെക്കോർഡ് ഇല്ല. പക്ഷെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് ഇവർക്ക് തോന്നിയൊരു സാധനം ബാക്കി ഇവർക്കൊഴികെ മറ്റാർക്കും തോന്നാത്ത സാധനം ഇവരെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ. ഞാൻ കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു തുടങ്ങി. പിന്നെ അയാൾ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ, കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ. എന്തു നല്ല പോലീസുകാരനാന്ന് അറിഞ്ഞോണേ. ഒരു പോലീസുകാരനോട് പോയി പറഞ്ഞു ബസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു, അറിയാവുന്ന പോലീസുകാരനാ. അപ്പൊ അയാൾ പറഞ്ഞിട്ട് ഇയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് താഴെ എഴുതാം ഇയാളുടെ വിവരം അറിയുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പൊ ഇയാളുടെ വിവരം കിട്ടും, ഞാൻ എടുക്കും. അങ്ങനെ ഒരു പോലീസുകാരൻ പറയുമോ? ഒരു പ്രശ്നം ഉണ്ടായി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വാ. അങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച പോലീസുകാരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാര് ഇപ്പോ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇമ്മാതിരി പല കോപ്രായങ്ങൾ കാണിക്കും. ആൺപിള്ളേര് സേഫ് ആയിട്ടിരുന്നു, പെൺകുട്ടികളും സേഫ് ആയിട്ടിരുന്നു. കുറെ വെകിളി പിടിച്ച ഇതുപോലത്തെ ആളുകളുണ്ട്. അവര് ചെയ്യുന്ന സാധനത്തിന് ഇരയാകാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. അപ്പോൾ ദീപക് എന്തായാലും ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. പുള്ളിയുടെ സൈഡിലെ ന്യായം ഇനിയെങ്കിലും തെളിയട്ടെ, ന്യായമുണ്ടായി.